ലിംനയുടെ കല്യാണത്തിൻ്റെ പർച്ചേസിന് വേണ്ടി നമ്മൾ ഫാമിലിയിലേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത്. അപ്പോൾ ഓട്ടോയിൽ പോയി ഞങ്ങൾ അവിടെ ഇറങ്ങി ഓരോ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കിഡ്സ് സെക്ഷനിലേക്കാണ് ആദ്യം പോയത്. അപ്പോൾ അവിടെ നമ്മുടെ ലിംനയുടെ പെങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അത് ഞങ്ങൾ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ഫാമിലിയിൽ മാത്രം കണ്ടൊരു പ്രത്യേകതയാണ്. അവിടെ നല്ലൊരു കോഫി കുടിക്കേണ്ട ഏരിയ തന്നെയുണ്ട്. ഒരു ടീ ഷോപ്പ് പോലെ, ടീ റെസ്റ്റോറൻറ്റ് പോലെയുള്ള സംഭവം. അപ്പോൾ അവിടെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഞങ്ങളിതാ മന്ത്രകോടി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മുകളിലേക്ക് തന്നെ വന്നു. അപ്പോൾ നല്ല കളക്ഷൻസാണ്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഷോപ്പാണ്. അപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സെറ്റ് ചെയ്യാണ്, നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജിബിയുടെ പപ്പ, മമ്മി, പെങ്ങൾ, അതേപോലെ തന്നെ ബ്രദറ്, വൈഫ്, പിന്നെ ഞങ്ങൾ 3 പേര്. അങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരാണ് വന്നത്. പിന്നെ ബെറ്റിയുടെ മക്കളും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോന്നായിട്ട് നമ്മളിതിങ്ങനെ സാരീസൊക്കെ നോക്കി. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഇഷ്ടപ്പെട്ട കളറൊക്കെ ഞങ്ങൾ ആദ്യം മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ ലിംനയെ എന്താ പറയുക, അവിടുത്തെ സെയിൽസ് ഗേൾസ് ഓരോ ഡ്രസ്സായിട്ട് അവർ ഉടുപ്പിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ സാരീസ് നോക്കി. അങ്ങനെ കുറേ സാരീസൊക്കെ നോക്കുന്നതിനിടയിൽ ഞങ്ങളത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കുശലൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ലിംന അടുത്ത ഫസ്റ്റ് ഡ്രസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ സെക്കൻഡ് ഡ്രസ്സിലോട്ട് ഞങ്ങൾ പോയി. അപ്പോൾ ഇതാണ് പിന്നെയും കുറച്ചുകൂടി സ്യൂട്ടായിട്ട് എല്ലാവർക്കും തോന്നിയത്. അതുകൊണ്ട് തന്നെ ഇത് സെലക്ട് ചെയ്തു. ഇതിൽ മൂന്നാമത് ഉടുപ്പിച്ച് നോക്കിയത് ഇതാണ്. ഇതൊന്നും വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഞങ്ങൾ ഏതായാലും രണ്ടാമത്തതാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ മാറ്റുസാരി എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് മാറ്റുസാരി എന്ന് പറയുന്നത്. അപ്പോൾ അതും കുറേ നേരം ഞങ്ങൾ നോക്കി, കുറേ സാരീസൊക്കെ നോക്കി. പക്ഷേ ലിംനയ്ക്ക് സാരി ഉടുക്കുന്നതിനേക്കാൾ ഭംഗി ചുരിദാറായതുകൊണ്ട് ഞങ്ങൾ അതവിടെ ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിലേക്ക് അല്ലെങ്കിൽ ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ നാടൻ ഇലസദ്യ കഴിക്കാൻ വന്നിട്ടുണ്ട്. സ്കൈ പാലസിനടുത്താണ്, ഹോട്ടൽ സ്കൈ പാലസിനടുത്താണ്. നമ്മളെ കല്യാണ ചെക്കൻ വർഷം കഴിച്ചിട്ടെടുത്തോ ഇപ്പൊ വെൽക്കുന്നുണ്ടാവില്ല. അയ്യോ നമ്മളെ പറയുമ്പോൾ കുഴപ്പമില്ല അല്ലേ? സ്ഥലമുണ്ടോ? കുഴപ്പമില്ല, ഞാൻ അവിടെ ഇരിക്കും. ഇല്ല അപ്പൊ അവിടെ ഇരുന്നു. ശിക്ഷ എല്ലാവരും ശിക്ഷ പറയേണ്ട ഒരു ശിക്ഷ. പറഞ്ഞു ചെയ്യേണ്ട ആള് ശിക്ഷ പറയാൻ പാടില്ല. നല്ല സദ്യയായിരുന്നു അവിടെ കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സൂപ്പറായിട്ട് പുറത്തിറങ്ങി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചു കേട്ടോ. ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.